എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 53. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ബിഗ് ബോസിന്റെ നിലവാരം താഴോട്ടാണോ മുകളിലേക്കാണോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് വളരെയധികം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അഖിൽ മാരാരുടെ ലൈവും അതിനെ വിമർശിച്ചുകൊണ്ടും പഴയ പല കണ്ടസ്റ്റൻസും വന്ന് സംസാരിക്കേണ്ടായി. ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്താ വെച്ചാൽ ചാനലിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഇന്നലത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എക്സൈറ്റഡ് ആക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും അവരുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, പരസ്പരം യുദ്ധം ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്. അപ്പം അത് കുറച്ച് രസകരം എന്നതിലുപരി അടിയിൽ കലാശിച്ചു അല്ലെങ്കിൽ തമ്മിൽ തർക്കം, വാക്പോര്, അതിലൊക്കെ കലാശിച്ച ഒരു എപ്പിസോഡാണ് ഇന്നലെ കണ്ടത്. അതിനകത്ത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും അവിടെ നടന്നില്ലെന്നുള്ളതാണ്. പിന്നെ ഈ പ്രാങ്ക്, അതായത് രതീഷും സിജുവും തമ്മിൽ ഒരു പ്രാങ്ക് കൊടുത്തു നമ്മുടെ വീട്ടുകാർക്ക്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്നത്. നമുക്ക് എന്തായാലും എപ്പിസോഡ് ഒന്ന് നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ച് ഇന്നലെ മോർണിംഗ് സോങ് ഒന്നും കേൾപ്പിച്ചില്ല. ശരിക്കും ഉച്ച മുതലുള്ള കാര്യങ്ങളാണ് കാണിച്ചു തുടങ്ങിയത്. മോർണിംഗ് ആക്ടിവിറ്റി കാണിച്ചിട്ടില്ല, മോർണിംഗ് സോങ് കേൾപ്പിച്ചിട്ടില്ല. 12:30 മുതലുള്ള കാര്യങ്ങളാണ് ഇന്നലെ കാണിച്ചു തുടങ്ങിയത്. 12:30 കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള തർക്കമാണ്. തർക്കത്തിനുള്ള കാരണം എന്താ? ജാസ്മിൻ ഒരു അടപ്പ് പാത്രം എടുത്ത് പാചകം ചെയ്യുന്ന ആ ഒരു ബേസ്മെന്റിന്റെ പുറത്ത് വെച്ചു. ഇതാണ് കാരണം. അത് വെറുതെ ഒരു തർക്കത്തിന് ജിൻഡോ ഇടയുണ്ടാക്കുന്നതാണ് എനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ബേസ്മെന്റിന്റെ പുറത്ത് വെച്ചിട്ടാണ് ചപ്പാത്തി പോലും പരത്തുന്നത്. ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് പോലും അതിന്റെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ജിൻഡോ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ജാസ്മിൻ അത് ചെയ്തതെന്നും പറയുന്നുണ്ട്. പിന്നെ അവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു അൺവാണ്ടഡ് ഒരു ഫൈറ്റ് പോലെ ഫീൽ ചെയ്തു. ഇവർ തമ്മിൽ വാക്പോരുണ്ടാവുന്നു. പിന്നെ ജാസ്മിൻ ചെയ്ത ഒരു മോശം പരിപാടി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക് കണ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അതിന്റെ വേസ്റ്റ് മുഴുവൻ താഴേക്ക് തെറിക്കുന്ന ലെവലിലേക്ക് ചെയ്തു വെച്ചു. അത് പിന്നെ ജിൻഡോ ആണ് വന്ന് ക്ലീൻ ചെയ്തത്. പിന്നെ ജാസ്മിൻ ആരെയോ ഹെൽപ്പിന് വിളിച്ചു എന്നും പറഞ്ഞു ജിൻഡോ. നിനക്ക് വിളിക്കണമെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ പോരെ, കിച്ചൺ ടീമിനെ വിളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ജിൻഡോ സംസാരിച്ചു. അപ്പൊ അതൊരു വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അതൊരു അടിയിൽ അല്ലെങ്കിൽ ഒരു വഴക്കിലൊക്കെ കലാശിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നിസ്സാര കാര്യങ്ങൾക്കാണ് ബിഗ് ബോസ് ഹൗസിൽ വഴക്കുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ കുറേ നേരം പാട്ട് പാടലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാടി വെറുപ്പിച്ചെന്ന് പറയാം. കൂട്ടം കൂടിയിരുന്ന് പാട്ട് പാടുന്നു, ആ ബീൻ ബാഗിന്റെ ഒക്കെ പുറത്തിരുന്ന് പാട്ട് പാടുന്നു. അതൊരു കുറേ നേരം ഉണ്ടായിരുന്നു. ലൈവിലാണെങ്കിൽ കുറേ നേരം ഉണ്ടായിരുന്നു. എപ്പിസോഡിൽ അധികം സമയം കാണിച്ചില്ല. പിന്നെ ഈ പറയുന്ന ടാസ്ക് ആണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയും അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ടാസ്ക് ആണ് പവർ വാർ എന്ന് പറയും. പവർ വാർ എന്ന് അതായത് തമ്മിൽ യുദ്ധം ചെയ്യുക. 4 ടീമുണ്ട്. 4 ടീമിൽ 4 ഏരിയ കൊടുത്തു. ആ ഏരിയയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് ബോംബ് എറിയണം. ആദ്യം വാക്പോരായിരുന്നു. അപ്പൊ ആ വാക്പോര് തമ്മിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നടന്ന എന്ത് വിഷയത്തെക്കുറിച്ചും ഇവർക്ക് സംസാരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു വാക്പോര്, അതിനകത്ത് നോറ നന്നായിട്ട് സ്കോർ ചെയ്തു. അതുപോലെ ഗബ്രിയും നന്നായിട്ട് സംസാരിക്കേണ്ടായി, ഋഷിയും സംസാരിക്കേണ്ടായി. ഇപ്പുറത്ത് പവർ ടീമും ഡെൻ ടീമായ ജിൻഡോയുടെ ടീമും തമ്മിലായിരുന്നു വാക്പോരും ഈ പറയുന്ന യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പവർ ടീം സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ ഡിസ്കോ കളിച്ച് കാണിച്ചു കൊടുക്കുക, ജാസ്മിനും ശ്രീതുവും കൂടി ഡാൻസ് കളിക്കുക. ഇത്തരം കലാപരിപാടികളാണ് അവിടെ നടന്നത്. അത് കഴിഞ്ഞിട്ട് ടണൽ ടീമും നെസ്റ്റ് ടീമും തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സീനാണ് കാണിച്ചത്. അപ്പൊ അതിനകത്ത് നോറ സിജോന്റെ കാല് പിടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് സിജോ പറഞ്ഞു. എനിക്ക് സിജോന്റെ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും സിജോ ഒരു നല്ല ഗെയിമറൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ഒരു തരം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് സിജോ എല്ലാവരെയും അറിയിക്കുന്ന പോലൊരു ഫീൽ എനിക്ക് വരുന്നു. സിജോനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും സിജോനെ ഇഷ്ടമാണ് പേഴ്സണലി. പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ആ ഒരു രതീഷുമായിട്ടുള്ള ഒരു പ്രാങ്ക്, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഇപ്പൊ നോറ അത്യാവശ്യം കളിക്കുന്ന ഒരു കുട്ടിയാണ്. മുൻപ് കരച്ചിൽ മാത്രം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നോറ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിന്ന് ആളുടെ തെറ്റുകൾ ആൾ മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കംപ്ലൈന്റ് പറയുന്നത് അത് ആളുടെ ഒരു നേച്ചറാണ്, അതങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ നോറ അത്യാവശ്യം കളിച്ച് വരുന്നുണ്ട്. അപ്പൊ ആ നോറ വിഷവിത്താണ്, അത് നോറെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ രതീഷുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പ്രാങ്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് സ്കോർ ചെയ്തത് സായി ആയിരുന്നു. ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞു രതീഷിനോട്, ഇങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി. അത് അവിടെ ഒരു ഹീറോ ആയത് ശരിക്കും സായി ആയിരുന്നു. അപ്പോൾ അത് സിജോ നെസ്റ്റ് ടീമിന്റെ കൂടെ നിന്നിട്ട് വല്ലാണ്ട് നോറേനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ബോംബെയർ ഓരോരുത്തർക്കും ഓരോ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നിറത്തിനുള്ള കളർ പൊടികൾ നിറച്ചൊരു ബോളാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇത് എറിയുക, ഇത് അവരുടെ ബാരിക്കേഡിനുള്ളിൽ അവിടെ വീണ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോൾ വീഴുന്നവർ ഔട്ടാവും. അപ്പൊ ആദ്യം ഔട്ടായത് പവർ ടീം ആയിരുന്നു, നിലവിലെ പവർ ടീം. അത് കഴിഞ്ഞിട്ട് നെസ്റ്റ് ഔട്ടായി, പിന്നെ ഡെൻ ഔട്ടായി, ഏറ്റവും ലാസ്റ്റ്
ടണൽ ടീം അവിടെയും വിജയിച്ചു. അപ്പൊ ടണൽ ടീമിന് ഇപ്പോൾ 2 ഗെയിമിലും ടണൽ ടീമാണ് വിജയിച്ച് നിൽക്കുന്നത്. ഇന്നും എന്തൊക്കെയോ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്, ഇന്നും ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ ഗബ്രിയെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തു, ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. നീ കള്ളനാണ്, നീ എന്താ നിലപാടില്ലാത്തവനാണ്, കൂടെ നിന്ന് ചതിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗബ്രിക്ക് വല്ലാണ്ട് ഹേർട്ടായി. ഗബ്രിക്ക് ഹേർട്ടായതിന്റെ പേരിൽ ഈ ഗെയിമിന് ശേഷം ജാസ്മിൻ ഒരു പക്ഷേ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും, പക്ഷേ ഗബ്രിക്ക് അത് ഹേർട്ടായിട്ട് ഗെയിമിന് ശേഷം ഗബ്രി ജാസ്മിനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ ജാസ്മിൻ അങ്ങോട്ട് കുറേ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ എനിക്ക് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് അങ്ങ് അറ്റം വരെ എത്തിച്ചു. പക്ഷേ രാത്രി ഇവരുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു, രാത്രി ലൈവിലുണ്ടായിരുന്നു, ഞാനത് ഇന്ന് രാവിലെയാണ് കണ്ടത്. അതിനകത്ത് ജാസ്മിൻ വല്ലാണ്ട് ഗബ്രി നീ എന്താ ഇങ്ങനെ, എന്നെ എത്രമാത്രം നീ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നില്ലേ, നിനക്ക് ഭക്ഷണം എടുത്തു തരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ജാസ്മിൻ വല്ലാണ്ട് പ്ലീസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഈ റിലേഷനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അത് കുറച്ച് നാൾ മുൻപും ഫീൽ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഗബ്രിക്ക് ഇതിപ്പോഴും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ ഗബ്രി കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ എന്ത് തന്നെ പറഞ്ഞിട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പെട്ടെന്ന് അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്താൽ പോലും തിരിച്ചങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഗബ്രി വല്ലാണ്ട് ജാസ്മിനെ ചവിട്ടി തേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ജാസ്മിനെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതും അവരുടെ സ്ട്രാറ്റജിയാണ്, തമ്മിൽ പിരിയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. നമുക്ക് അറിയില്ല എന്താ സത്യം എന്നുള്ളത്. എനിവേ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഗബ്രിയുടെ ഡയലോഗുകൾ ഭയങ്കര മാസാണെന്ന് ഗബ്രിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കത് കണ്ടിട്ട് നഴ്സറി കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. എന്നെ പിച്ച് ചെയ്യാൻ നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അത്രയും ഡൗൺ ആയി പോയതുപോലെ. അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന രതീഷിന്റെയും സിജോയുടെയും ഒരു പ്രാങ്ക് ആയിരുന്നു. ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്ന പോലെ കാണിച്ചിട്ട് വീക്കായിരിക്കുന്ന പ്ലേയേഴ്സിനെ ഉണർത്താൻ വേണ്ടി, സേഫ് ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സിനെ ഉണർത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് ഓൾറെഡി ഇത് പറയുന്നുണ്ട്, ഞങ്ങളൊരു പ്രാങ്ക് കാണിക്കാൻ പോവാണ്, എന്തെങ്കിലും കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ബിഗ് ബോസ് ഞങ്ങളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയാവും അല്ലെങ്കിൽ അടിക്കാൻ പോവാണ് എന്നൊക്കെയുള്ള ലെവലിലേക്കാണ് കാണിച്ചത്. പക്ഷെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പവർ ടീം മെമ്പറായ സായി സ്കോർ ചെയ്തത്. 2 പേരെ 2 ഷെയർ കൊണ്ടിരുത്തി ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ സംസാരിച്ചു, അല്ല എഴുന്നേക്കാൻ പറ്റത്തില്ല. ഓരോ പ്രാവശ്യം ഇവർ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴും പിടിച്ചവിടെ ഇരുത്തുന്നുണ്ട്. അതിപ്പോൾ നന്ദനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു. ജിൻഡോ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു മിസ്റ്റേക്ക് അത് മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മൾ ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. കാരണം ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് പവർ ടീം ആയിരുന്നല്ലോ സായിക്ക് ബാക്ക് പെയിനോ അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, ഓൾറെഡി ഉണ്ട്, അത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ച് ജിൻഡോ സായി ഇൻസൾട്ട് ചെയ്തു. നീ നട്ടലില്ലാത്തവനല്ലേ, നട്ടൽ നിവർത്തി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു. അത് വളരെ മോശമായിപ്പോയി. അതിനുശേഷം ഈ സോറി പറഞ്ഞെങ്കിലും നമ്മുടെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് സോറി പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം ഒരാളെ ഹേർട്ട് ചെയ്തതിന് ശേഷം, ഒരു കത്തിരിട്ട് ഒരാളെ കുത്തിയതിന് ശേഷം നമ്മൾ അവിടെ പോയി സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നൊരു വാക്ക്, ആ വാക്ക് ഉപയോഗിച്ച് അയാളെ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ പോയി സോറി പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പോൾ ജിൻഡോ കാണിച്ചത് തെറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടണൽ ടീം ഒരു തെറ്റ് ചെയ്തു. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീതു ഒരു ബോൾ എടുത്ത് നമ്മുടെ ബോംബ് എടുത്ത് ഇവരുടെ ബാരിക്കേഡിനകത്തൊക്കെ എറിഞ്ഞു. അവിടെ എറിഞ്ഞപ്പോൾ ഇവർ ഈ പറയുന്ന ടണൽ ടീമിൽ അഭിഷേകാണ് ബോംബ് എടുത്ത് നെസ്റ്റിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സാധനം എറിഞ്ഞത് കണ്ടിട്ട് ആ കളറൊന്നും നോക്കാതെ തന്നെ അഭിഷേക് എന്ത് ചെയ്തു, ബോംബ് എടുത്ത് ശ്രീതു എറിഞ്ഞ ബോംബ് എടുത്ത് അപ്പുറത്തേക്ക് എറിഞ്ഞു. അത് കൊണ്ടത് ഗബ്രിയുടെ മുഖത്തായിരുന്നു. ഒബ്വിയസ്ലി ഗബ്രിയുടെ മുഖത്ത് അതിന്റെ പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൊടി പറ്റിയത് ഗബ്രി കണ്ടു. അത് ആരോ ചോദിച്ചു നിന്റെ മുഖത്തുനിന്ന് മഞ്ഞ കളർ. അപ്പോഴാണ് ഗബ്രിക്ക് മനസ്സിലായത് ഈ ഡെൻ ടീമിന്റെ ബോൾ മഞ്ഞയാണ്, ടണൽ ടീമാണ് എറിഞ്ഞത്. അപ്പൊ മഞ്ഞ ബോൾ എങ്ങനെ ടണൽ ടീം എടുത്ത് എറിയും? ഇത് ഗബ്രി ഒരു പരാതിയായിട്ട് ഉന്നയിച്ചു. അപ്പൊ ആ ടാസ്കിന്റെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ജവാന്മാരെന്ന് പറഞ്ഞാൽ കള്ളം കാണിക്കാത്തവരാണ് എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു. പക്ഷെ അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ഒരു സാധനം കൈ കിട്ടിയപ്പോൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഗബ്രി അത് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചെന്നുള്ളതാണ്. അതൊരു പക്ഷേ ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ എടുത്തെങ്കിൽ പോലും അവർക്കത് ഡിമാൻഡ് ചെയ്യാമായിരുന്നു, ഈ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യാമായിരുന്നു. ചിലപ്പോ ടണൽ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സംഭവം അവിടെ സംഭവിച്ചു. അതിനുശേഷമാണ് പിന്നെ രാത്രി അപ്സരയ്ക്കും അതുപോലെ സിജോയ്ക്കൊക്കെ പവർ ടീം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീമിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം, അത് ഒരുപാട് വിലപിടിപ്പുള്ളതല്ല, ഗോൾഡോ കാര്യങ്ങളൊന്നുമല്ല, അവർക്ക് പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് അത് എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുക. അത് ശ്രീരേഖയും അതുപോലെ ശരണ്യയും സായിയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അർജുനും അപ്സരയും സിജു എല്ലാം കൂടി അതിനെ പ്ലാൻ ചെയ്ത് ശ്രീരേഖയുടെ ചെരുപ്പ് തന്നെ, ശ്രീരേഖ കുളിക്കാനെന്തോ കയറിയപ്പോൾ ടോയ്ലറ്റിന് മുന്നിട്ടിരുന്ന ചെരുപ്പ് തന്നെ എടുത്തുകൊണ്ട് ഒളിച്ചു വെച്ചു. ഇപ്പൊ ഇന്നത്തെ ലൈവ് കണ്ടാൽ അറിയാൻ പറ്റും, ഇന്ന് രാവിലെ മുതൽ ശ്രീരേഖ ആ ചെരുപ്പ് തപ്പി നടക്കാം. പക്ഷെ ഇന്നലെ രാത്രി ശ്രീരേഖയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുന്നിൽ ശ്രീരേഖ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങൾ പവർ ടീം ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരത് എനിക്കിട്ട് തന്നെ തിരിച്ച് തന്നിരിക്കുകയാണ്. സോ ഞാനത് അവരോട് ചോദിക്കത്തില്ല, എനിക്കറിയാം അവർ തന്നെ എടുത്ത് മാറ്റിയെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല.
അവരായിട്ട് തന്നെ കൊണ്ടുവരട്ടെ എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ക്യാമറ നോക്കിയിട്ട്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ശ്രീരേഖ എൻ്റെ ചെരുപ്പ് കണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ച് നടക്കുന്നുണ്ട്. അതിന് എന്താവും അറിയില്ല. ഇന്നത്തെ ടാസ്ക് അത്ര ഹെവി ആണെന്ന് തോന്നുന്നില്ല. കാരണം 3 വിക്കറ്റ്, ക്രിക്കറ്റിന്റെ വിക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ബോൾ എറിഞ്ഞു കൊള്ളിക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. കഴിഞ്ഞ സീസണുകളാണെങ്കിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഗെയിംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടീം തിരിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. ടീം ഗെയിം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ ആ ഒരു വീറും വാശിയൊക്കെ ഇവരെല്ലാം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. എനിവേ, ഇനി അങ്ങോട്ട് പോകെ കളികൾ മുറുകുമ്പോഴേക്കും മാറ്റം ഉണ്ടാകുമായിരിക്കും. അതുപോലെ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ മാറട്ടെ. ബിഗ് ബോസ് ഫെയർ ഗെയിം കളിക്കട്ടെ. ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ ഡയറക്ടേഴ്സും ഒക്കെ ഫെയർ ഗെയിം കളിക്കട്ടെ. ഈ അർഹതയില്ലാത്തവരെ പൊക്കിക്കൊണ്ടുവരുന്ന പരിപാടി അവർ നിർത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ മുൻ സീസണുകളൊക്കെ എനിക്കൊന്ന് ഫസ്റ്റ് സീസണൊക്കെ വളരെ ഫെയർ ആയിട്ട് പോയ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസണൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ കഴിഞ്ഞ സീസണും ഈ സീസണൊക്കെ വന്നപ്പോഴാണ് ഇപ്പൊ ഒരു ഫേവറിസം കാണിക്കുന്നതും ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതും ഒക്കെ തോന്നുന്നത്. ഇനി സിബിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു സിബിൻ ശനിയാഴ്ച വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ അതിന് മറുപടി പറയും എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. അപ്പൊ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് പറ്റുമെങ്കിൽ, കാരണം നാളെ കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്ക് ബൈ.